ഹായ് എവ്രി വൺ, ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? പുതിയൊരു സ്ഥലമാണല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതായത് നമ്മുടെ കാലിക്കറ്റുള്ള സൈലം സ്കൂളായ സദ്ഭാവന സ്കൂളിലെ ഗേൾസ് ഹോസ്റ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഒരു പീസ്ഫുൾ എൻവറോൺമെൻറ്റ്, ഭയങ്കര നല്ലൊരു സ്ഥലം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരുപാട് ഫ്യൂച്ചർ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഉണ്ട്. ഇവരുടെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു തരണം. ഇവിടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇവർ എങ്ങനെ ക്ലാസ്സസ് മാനേജ് ചെയ്യുന്നു, ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെ അവരിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് അറിയാം. സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് ക്യാമ്പസ് ആൻഡ് ലെറ്റ്സ് ask them their feedback. Come on. അപ്പോൾ നമ്മുടെ സദ്ഭാവന ഗേൾസ് ഹോസ്റ്റലിലെ സൈലത്തിന്റെ മക്കൾ ഇതാ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഭയങ്കര ക്വയറ്റ് ആയിട്ടാണ് അവർ പഠിക്കുന്നത്. അവരുടെ വാർഡനും മെൻറ്ററും ഒക്കെ അവരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഭയങ്കര സേഫ് ആയിട്ട് സ്ഥലത്ത് ഇരുത്തി പഠിപ്പിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ആസ്ക് ദം അവരുടെ എക്സ്പീരിയൻസസ് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. കം. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സ്. ഹായ്. എന്നെ അറിയോ? ഇല്ല. എന്നെ അറിയാത്തവർക്ക് ഐ എം ഡോക്ടർ ശ്രുതി, സൈലത്തിലെ ബയോളജി ഫാക്കൽറ്റി ആണ്. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ പോയിട്ട് സൈലത്തിന്റെ മക്കളെയൊക്കെ പോയി കാണാറുണ്ട്. കുറച്ച് പേരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? യൂട്യൂബ് വീഡിയോസിലൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. മക്കളെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. കാരണം ഞാൻ ഒരുവിധം സൈലം സ്കൂളിലൊക്കെ പോകുന്നതാണ്. നിങ്ങൾ 11th അല്ലേ? ഓക്കെ. പഠിക്കുകയാണോ? പഠിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ? അടിപൊളിയാണ്. ഓക്കെ. എത്ര പേരാണ് MBBS നോക്കുന്നത്? ഓക്കെ. എത്ര പേരാണ് എൻജിനീയേഴ്സ് ഉള്ളത് ഇവിടെ? IITians. ഓ ഗോഡ്, ഈ മാത്സ് ഒക്കെ പഠിക്കുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അപ്പോൾ മക്കളുടെ എല്ലാവരുടെയും ഡ്രീംസ് ഫുൾഫിൽ ആകും. ഒരാളുടെ ഭയങ്കര പഠിത്തമാണെന്ന് തോന്നുന്നു, ബുക്കിൽ നോക്കി ഇരിക്കുകയാണ്. ഷോ ശ്രുതി മാം പറയുന്നത് കേൾക്കാമെന്ന് എനിക്ക് സമയമില്ല, എനിക്ക് പഠിക്കണം അല്ലേ? യെസ്. എനിക്ക് ഇനി അറിയാനുള്ളത്, ഇതുവരെ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് എത്ര നാളായി? 7 months ആയി. ഓക്കെ. അപ്പൊ എക്സ്പീരിയൻസ് ഒന്ന് പറയോ, എങ്ങനെയുണ്ട്? ഹൗ ഇസ് സൈലം സ്കൂൾ? യെസ്. വാട്ട്സ് യുവർ നെയിം? My name is Upasana. ഓക്കെ. ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. പറഞ്ഞോളൂ. ഇരുന്നു പറഞ്ഞു. പിടിച്ചോ. ഞാനിവിടെ വന്നിട്ട് 7 months ആയി. ആദ്യത്തെ ഒരു 1-2 months ഓഫ് കോഴ്സ് എല്ലാവരെയും പോലെ തന്നെ ഹോം സിക്നെസ്സും എല്ലാം ഉണ്ട്. ആൻഡ് ഐ തിങ്ക് സൈലത്തിലെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള സ്കൂളായിക്കോട്ടെ, അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഐ തിങ്ക് കേരളത്തിലും നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സൈലം, അതുപോലെ എൻ്റെ പാരൻസിനോടും. അതുപോലെ തന്നെ ഇവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, പിന്നെന്താ ഫുൾ ടൈം AC, ലൈക്ക് പഠിക്കാനും AC. നമ്മൾ കോഴിക്കോടിൻ്റെ ചൂട് ഒന്നും അറിയുന്നില്ല, കാരണം ഞാൻ വയനാട്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ ആണോ? പിന്നെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അതുപോലെ എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മോക്ക് എക്സാമിനേഷൻ, വീക്ക്ലി ഗ്രാൻഡ് ടെസ്റ്റ്, GIV, മെഗാ ടെസ്റ്റ്, അങ്ങനെ കുറെ എക്സാംസ്. GIB എഴുതി നോക്കിയോ? ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഓരോ റൗണ്ട്സിന് ഓരോ ടീച്ചേഴ്സാണ്, ഓരോ ചാപ്റ്റേഴ്സ് വൈസ്. അപ്പോൾ ഓരോ പുതിയ അതായത് NITs, ICER അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സിൻ്റെ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് പണ്ടത്തെ നോർമൽ സ്കൂൾ അങ്ങനെയാണ് ഇത്രയും വെൽ ക്വാളിഫൈഡ് ആയിട്ട് ടീച്ചേഴ്സിനെ കിട്ടില്ല. സോ യു ആർ വെരി ഹാപ്പി. 12th ക്ലാസ് ഇതാര ക്ലാസ്? JB സാറിൻ്റെ ക്ലാസ് ആണല്ലോ. ഞാൻ JB സാറിനോട് പറയാട്ടോ. അപ്പോൾ 12th ഇത് നിങ്ങൾ പഠിക്കണ്ടല്ലോ അല്ലെ? സോറി, 11th സിലബസ് മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ, അതിന്റെ ഒപ്പാണല്ലോ ഇപ്പം നിങ്ങൾ ഈ ക്ലാസ്സസ് മുമ്പോട്ട് പോകുന്നത്. അപ്പം വാട്ട് ഡു യു ഫീൽ? രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷേ എനിക്ക് രണ്ടായിട്ട് തോന്നുന്നില്ല ഈ സംഭവം. ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, രണ്ടും ഒന്നുപോലെയാണ് തോന്നുന്നത്. കാരണം സെയിം ക്ലാസ് ആണല്ലോ, മാത്രമല്ല DPP ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ബോർഡ് ക്വസ്റ്റ്യൻസും മറ്റേതും വരുന്നുള്ളതുകൊണ്ട് വലിയ ഡിഫറൻസ് ആയി തോന്നുന്നില്ല. രണ്ടും ഒന്നിച്ചായതുകൊണ്ട് ആ സ്ട്രെസ് ഞാൻ മുന്നേ വിചാരിച്ചു വരുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് മനസ്സിലായി രണ്ടും ഒന്നായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ സെപ്പറേറ്റ് ഒരു കോച്ചിങ് സെൻറ്റർ പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. പക്ഷേ ഇത് ഒന്നിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല ഈസി ആവുന്നുണ്ട്. ഇതിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, രണ്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ആയാലും 2 രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ അത് ബോർഡിൽ വരുന്നെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിനെ, അല്ലെങ്കിൽ എൻട്രൻസ് ടൈപ്പ് വരുമ്പോൾ അത് എങ്ങനെ ഇപ്പോൾ ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യണം, അതൊക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് കുറച്ചും കൂടി അങ്ങനെ സ്ട്രെസ് ഒന്നും തോന്നില്ല. എനിക്കിതുവരെ അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇല്ല. അപ്പം ബിക്കോസ് ബോർഡ്സിലാകുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണല്ലോ, നീറ്റിലും അല്ലെങ്കിൽ ഇത് പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ ഒബ്ജക്റ്റീവ് പേപ്പർ ആണ്. രണ്ട് എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ PA എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഉപാസന പറഞ്ഞ പോലെ മോക്ക് എക്സാമും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. രണ്ടും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോളുടെ പേര് സന ഫാത്തിമ. വീട് എവിടെയാ? കാസർഗോഡ്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു? ഫസ്റ്റ് 2 മാസം നല്ല ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് എല്ലായി
അങ്ങനെ സെറ്റായി. കാരണം നമ്മൾ ഉറങ്ങുന്നത് ഒന്നിച്ച്, പഠിക്കുന്ന ഒന്നിച്ച്, എല്ലാം ഒന്നിച്ചാ. അപ്പം അതിന്റെ ഒരു വലിയ വ്യത്യാസം. വീട്ടിലാകുമ്പോൾ മറ്റൊക്കെ തന്നെ പഠിക്കണം, പക്ഷെ ഇവിടെ അതുപോലെയല്ല. ഇവിടെ ഒക്കെ ഒന്നിച്ചാ പഠിക്കുന്നത്, എല്ലാം ഒരു സെറ്റായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് നൈസ്, വെരി ഹാപ്പി. പിന്നെ ഐ ഫീൽ വെൻ മെനി ഗേൾസ് കം ടുഗെദർ ദേ ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ചില ബോയ്സ് ഒന്നും അഗ്രി ചെയ്യില്ല. ബട്ട് ഓക്കെ, അപ്പോൾ മോക്ക് എന്താ പറയാനുള്ള ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച്? ജഹാൻ. ഓക്കെ, വീട് മലപ്പുറം. ഓക്കെ, പറഞ്ഞോ. മെന്റേഴ്സ് ആണെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആണ്. മെന്ററിനെ ഞാൻ കണ്ടു ഭയങ്കര സ്നേഹം, ഭയങ്കര സ്വീറ്റ് ആൻഡ് എല്ലാം ആണ് നിങ്ങളുടെ മെന്റേഴ്സ് അല്ല അല്ലേ? യെസ്. പിന്നെ ഹോസ്റ്റൽ വാർഡൻ ആണെങ്കിലും ഭയങ്കര മദർലി ഫീൽ അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അല്ലേ? നമുക്ക് അപ്പൊ അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് ആളുടെ അത് സൈലം ഹോസ്റ്റലിലെ എല്ലാ ഹോസ്റ്റലിലെയും വാർഡൻസ് ഇങ്ങനെ ഞാൻ എല്ലാ സ്ഥലത്തും പോയി മക്കളോട് സംസാരിക്കാറുണ്ട്. കോട്ടയം ആവട്ടെ, എല്ലാ സ്ഥലത്തും പോയി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നതാണ് ഞങ്ങളുടെ വാർഡൻ ഭയങ്കര മദർലി ആണ്, ഞങ്ങൾക്ക് പോയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പൊ മോളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. നമുക്ക് നേരത്തെ നീക്കണമെങ്കിൽ ആന്റി ഇന്ന സമയമാകുമ്പോൾ വിളിക്കണം കേട്ടോ പറഞ്ഞാൽ കറക്റ്റ് ആ നേരം 5 മിനിറ്റ് മുമ്പേ വന്ന് വിളിക്കും. പിന്നെ മെന്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അക്കാഡമിക് റിലേറ്റഡോ നമുക്ക് മെന്റലി എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹാപ്പിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ? അതായത് വാഷ് ചെയ്യുക അല്ലേ, തുണി അലക്കുക, മടക്കി വെക്കുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? വേറെ ക്ലാസ് NH എല്ലാവരും കെമിസ്ട്രിയും ഫിസിക്സും മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ, ബയോളജി ഒന്നും പഠിക്കുന്നില്ല? വാട്ട് ഈസ് ദിസ്? എവിടെ? ഓ, പഠിക്കണ്ട. വെരി ഗുഡ്, വെരി പ്രൗഡ് ഓഫ് യു. അപ്പൊ ഇവളോട് തന്നെ ചോദിക്കാം, പറഞ്ഞോളൂ. അതെ, നീറ്റിന് 50% ബയോളജി എന്നറിയാലോ. ബയോളജിയിൽ 360 മേടിച്ചാൽ പിന്നെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നമ്മൾ കുറച്ച് പിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇത് ഫിസിക്സ് കെമിസ്ട്രി ടീച്ചേഴ്സോട് പറയരുത് കേട്ടോ, ശ്രുതി മിസ് എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബട്ട് പ്ലീസ് രണ്ടും ഫോക്കസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ബയോളജി എനിക്ക് എളുപ്പമാണ്, സെറ്റ് ആണെന്ന് വെച്ചിട്ട് വിട്ട് കളയരുത്, വായിക്കാണ്ടിരിക്കരുത്. ഓക്കെ, ഇപ്പോഴേ റിവൈസ് ചെയ്ത് പോകണം. പ്ലാൻ ഗ്രോത്ത് ആണ് പഠിക്കുന്നത്. ഓക്കെ, മോൻ പറ. തിരിഞ്ഞിരുന്നിട്ട് വന്നു, അല്ല അങ്ങോട്ട് നോക്കി പറഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞു. മോന്റെ വീട് എവിടെയാ? എൻ്റെ വീട് തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂരിന്ന് ഇത്രയും ദൂരത്ത് ഇവിടേക്ക് വന്നു. ഓക്കെ, ടെൽ മീ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സൈലം സ്കൂളിലെ? എക്സ്പീരിയൻസ് എനിക്കത്ര ഞാൻ അത് നന്നായിട്ട് പഠിക്കത്തൊന്നുമില്ല. പിന്നെ എന്താ മര്യാദക്ക് ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാ, ബേസിക്സ് അറിയില്ല. അപ്പം അങ്ങനെ വന്നതാണ്. പക്ഷെ ഇവിടെ എന്നാലും കുഴപ്പമൊന്നുമില്ല, മാത്സ് ഒക്കെ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. ക്ലാസ്സൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞാലും നമുക്ക് സാറുമാര് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ, സാറുമാര് വെയിറ്റ് ചെയ്ത് തരും, ഡൗട്ട് തീരുന്ന നേരം പറഞ്ഞു തരും. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മെൻറ്റേഴ്സിനോടൊക്കെ പറയാം. പിന്നെ അതിനനുസരിച്ച് ഹോസ്റ്റലിൽ പഠിക്കാനായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് ഉണ്ട്, അതിൻ്റെ കൂടെ നോട്ട്സ് കിട്ടും. അപ്പം നമുക്ക് കുറേ പഠിച്ച് വേഗം പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന് ഒരു ഇത് പ്രശ്നമില്ല. ഓക്കെ, പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്, അങ്ങനെ തന്നെ പോട്ടെ അല്ലേ? അപ്പം ആപ്പില് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട് ആൻഡ് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? പിന്നെ AI ഗുരു ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് വേണമെങ്കിൽ AI ഗുരുവിന്റെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? ആപ്പ് നല്ല യൂസ്ഫുൾ ആണ്. നമുക്കിപ്പോൾ ക്ലാസ് കണ്ടിട്ട് സ്കൂളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പിൽ നോക്കാം. പിന്നെ ഇപ്പോൾ AI ഗുരു വന്ന് പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അടിച്ചിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ആപ്പിൽ തന്നെ ടെസ്റ്റ് കുറെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ ടേബിളിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ക്ലാസ് സ്കൂളിൽ നിന്ന് കണ്ടിട്ട് വന്നിട്ട് നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുക ചെയ്യാം? വീഡിയോ അതോ വീഡിയോ കണ്ടിട്ട് ക്ലാസ്സിലേക്ക് പോവോ? ചില സബ്ജക്റ്റ് നമ്മൾ വീഡിയോ കണ്ടിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഡൗട്ട് ഉള്ളത് നോക്കും. ഓക്കെ, രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേ? കാരണം ആദ്യം വീഡിയോ കാണുമ്പോൾ വരുന്ന ഡൗട്ട് ക്ലാസ്സിൽ പോയി നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ തീർക്കാൻ പറ്റാത്ത ഡൗട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതാക്കാം. സോ ഐ ഫീൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ ആരായാലും, ബട്ട് ഐ എം ഫൈൻ. ഓക്കെ, ഇതാ മോന് എന്തോ പറയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നമ്മളെ ഡോമിന്റെ ഫെസിലിറ്റീസാണ് പറയാനുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് വെച്ചാൽ നമ്മളെ ഫുഡ് മെനു അടിപൊളി ഫുഡാണ്. നല്ല ഫുഡ്, അടിപൊളി ഫുഡാണ്. മോളെ നാട് എവിടെയാ? എന്റെ നാട് കാലിക്കറ്റ്. കോഴിക്കോടുകാരി നല്ല ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് അടിപൊളി അത് അടിപൊളി ഫുഡാണ്, നല്ല ഫുഡാണ്. അപ്പൊ ചില ഓരോ മന്ത് പുതിയ മെനു ആയിരിക്കും. പിന്നെ അത് തന്നെ മെനുവിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഓരോ പോയി പറയാം. എന്നിട്ട് അപ്പം ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് വേണ്ടിയുള്ള രീതിയിൽ ഒരു ചേഞ്ചസ് നടത്തും.
പിന്നെ അതുപോലെ ജിം ഫെസിലിറ്റീസും ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇസ് വെൽത്ത് ആണല്ലോ, അതുകൊണ്ട് നമ്മളെ ഹെൽത്ത് കെയർ അടിപൊളിയാണ്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ജിമ്മിന് പോകാറുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ മന്തിൻ്റെ റെസൊല്യൂഷനാണ്. ലാസ്റ്റ് ഇയർ ഞാൻ പോയിട്ടില്ല. ഇനിയും ഇപ്പോൾ ജാനുവരി 1 മുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട് റെസൊല്യൂഷനാണ് ജിമ്മ് പോകാൻ, ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഓളെ മസിൽ കാണിച്ചു തരാം. എടാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നമ്മുടെ ഫിസിക്കൽ എന്താ പറയാ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ആരതിച്ചത് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നത്. എസ്പെഷ്യലി ഫ്രണ്ട്സിനൂടെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വൈബ് അല്ലേ, കൂടെ ചെയ്യാൻ ഒരാളുണ്ടെന്ന് പറയുന്നത്. അതേപോലെ നമ്മള് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് നോക്കണം. വാക്കിങ്ങിന് പോകാറുണ്ടോ? നമുക്ക് ഇതുണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഓൾമോസ്റ്റ് ഓൾ ഗെയിംസ് കളിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓ ദാറ്റ്സ് നൈസ്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ലോണ്ട്രി നമുക്ക് നോർമൽ അല്ല, നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോ ലോണ്ട്രി കൊടുക്കും ചെയ്യാം, പുറത്ത് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ ഒരു സ്ട്രെസ്സും ഇല്ല, സ്ട്രെസ് ഫ്രീ ലേണിംഗ് ആണ്. യെസ്. അപ്പൊ പേരൻസും ഹാപ്പി ആയിരിക്കും. ഓ എന്റെ മക്കൾ അവിടെ പോയി കഷ്ടപ്പെടണ്ടല്ലോ, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ചില്ല് ചെയ്യാം, അല്ലാണ്ട് എപ്പോഴും ഈ തുണി അലക്കി കഴുകി തിരുമ്പി ഒന്നും ഇരിക്കണ്ട. അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസും ഒക്കെ അപ്പൊ പീസ്ഫുൾ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള, നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ ഒരു ഗോൾഡൻ പീരീഡും കൂടിയാണ് ഇത് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പുറത്തുള്ള ഫ്രണ്ട്സൊക്കെ കോമേഴ്സും ഹ്യൂമാനിറ്റീസും കമ്പ്യൂട്ടേഴ്സ് ഇതൊക്കെ പഠിക്കുന്നവർ എല്ലാവരും പറയുന്നുണ്ടാവും, ഞങ്ങളൊക്കെ അടിച്ചു പൊളിക്കുക, ആർട്സുകാരൊക്കെ ലൈഫ് അടിച്ചു പൊളിക്കുകയാണ്, സ്കൂൾ ലൈഫ് അല്ലേ, എൻജോയ് ചെയ്യണം, ഞങ്ങൾ ട്രിപ്പ് പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. സോ ഡു യു ഫീൽ യു ഗൈസ് ആർ മിസ്സിംഗ് ഔട്ട് സംതിങ്? സോ ഹു വാണ്ട്സ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്? ആർക്കാണ് ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യം? മോള് പറയാ. കൊടുത്തോളൂ. നല്ല മിടുക്കി കുട്ടികളാണ് കേട്ടോ, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനിയും നിങ്ങളെ കാണാൻ വരും. ഓക്കെ. ട്രിപ്പിന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രിപ്പും എല്ലാതും ഉണ്ട്. അങ്ങനെ ഒരു എൻട്രൻസ് ആകുമ്പോൾ എല്ലാവരും എന്ത് വിചാരിക്കുക, ഭയങ്കര പ്രഷറാണ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഇവിടെ ഇല്ല. ഭയങ്കര ചില്ലായിട്ട് ഒരു പാർട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ചില്ലായിട്ട് നമ്മൾ പഠിക്കും. നമുക്ക് പ്രോഗ്രാംസ് ഇവിടെ കൾച്ചറൽ ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ? ഓ നമ്മളെല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഒരു സ്ട്രെസ് ആയിട്ട് ട്രോമ ആയിട്ടൊന്നുമില്ല, ഫുള്ള് ഫ്രീ ആയിട്ട്. ബിക്കോസ് മോള് പറഞ്ഞ ശരിയാണ്. ജനറലി നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് അല്ലേ, ഈ ഒരു സെയിം സ്കൂളിൽ തന്നെ ഇപ്പം എൻട്രൻസിന് നോക്കുന്ന കുട്ടികളും അല്ലാത്ത കുട്ടികളും ഉണ്ടെങ്കിൽ എൻട്രൻസുകാരെ എല്ലാത്തിനും മാറ്റി നിർത്തും. നിങ്ങൾക്ക് ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഒരു ജയിലിലടച്ച് ജീവിക്കുന്ന പോലെ ഒരു ടൈപ്പാണ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് സൈലം സ്കൂൾസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ബിക്കോസ് അടിപൊളി എല്ലാവർക്കും നിങ്ങൾക്കായിട്ട് തന്നെ നമ്മൾ DJ നൈറ്റും അങ്ങനത്തെ പരിപാടികൾ വെക്കാറുണ്ട്. ഓണം, വിഷു, ക്രിസ്മസ് എല്ലാത്തിനും നമുക്ക് ഇത് എല്ലാം വരുമ്പോൾ നമുക്ക് പിന്നെ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ട്രിപ്പ് അല്ലേ, ഇപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞില്ലായിരുന്നോ? എവിടെയാണ് നിങ്ങൾ പോയത്? ചിക്മംഗ്ലൂർ അവിടെയൊക്കെ പോയി അടിച്ചു പൊളിച്ചു അല്ലേ എല്ലാരും? ഓക്കെ. അപ്പം സ്കൂൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു സൈലം സ്കൂളിൽ നിന്ന് ഒരാളും കൂടി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേ, എക്സ്പീരിയൻസ് പറഞ്ഞേ. ഈ സൈഡിൽ നിന്ന് ആരും പറഞ്ഞില്ലല്ലോ. മോള് പറഞ്ഞോ, സ്കൂൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നേ? സൈലന്റ് ആയിട്ടിരിക്കുകയാണല്ലോ, അപ്പം മുതല് പറ. സ്കൂൾ ലൈഫ് ആസ് ഇൻ പണ്ടത്തെ സ്കൂളിലും അടിപൊളിയായിരുന്നു, ഈ സ്കൂളും അടിപൊളിയായിട്ട് പോകുന്നു, സന്തോഷമുണ്ട്. പിന്നെന്താ, എൻജോയ് ചെയ്യുന്നുണ്ട് ബേസിക്കലി. എൻജോയ് വന്നാലും ഇപ്പൊ കാലിക്കറ്റ് തന്നെയാണ് താമസിക്കുന്നത്, വീട് വിട്ട് വന്നാൽ അതിന്റെ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ ആയി, എല്ലാവരും യൂസ്ഡ് ആയി, അഡ്ജസ്റ്റഡ് ആയി അല്ലേ, പഠിക്കാനും പറ്റുന്നുണ്ട്. നൈസ്. പിന്നെ വേറെ എന്താണ് സൈലം സ്കൂളിനെ കുറിച്ച് മക്കൾക്ക് പറയാനുള്ളത്? മെഡിക്കൽ അവാർഡ്സിനെ കുറിച്ച് പറയണം. ഓക്കെ, പറഞ്ഞോ. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. കണ്ടോ ഇവിടെയും കെമിസ്ട്രി. ഇവിടെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രിപ്സിനൊക്കെ ഓരോ ട്രിപ്പ് മന്ത്ലി നമുക്ക് ഓരോരോ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെന്താ, പിന്നെ പഠിക്കുന്നതാണെങ്കിൽ ഇപ്പം എല്ലാ ഫാക്കൽറ്റീസും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് വരെ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒക്കെ. പിന്നെ മെന്റേഴ്സ് ആണെങ്കിലും മോളുടെ പേരെന്താ? ഭാനു. വീട് എവിടെയാ? വടകര, കോഴിക്കോട് തന്നെ. ഓക്കെ. പിന്നെ സൈലം സ്കൂളിൽ ഞാൻ ഒരുപാട് മക്കൾ പറയുന്ന കേട്ടിട്ടുള്ളതാണ്, നമുക്ക് റെഗുലർ അസസ്മെന്റ് ഉണ്ടല്ലോ. അപ്പം ഓരോ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോഴും നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ട്, നിങ്ങൾ തമ്മിലും നിങ്ങളുടെ ടീച്ചേഴ്സായിട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഓരോ എക്സാമിലും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് ടിപ്സ് തരാറുണ്ട്. അങ്ങനെ സ്കോർ ഇമ്പ്രൂവ് ചെയ്താണ് ഇവിടെ പലർക്കും ഫൈനലി നല്ല സ്കോർ. നിന്നോട് ചോദിക്കുന്നില്ല, പേടിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒളിച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഓനെ അങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു. എക്സാംസ് ഒക്കെ എന്ന് വെച്ചാൽ ലൈക്ക്
ഫസ്റ്റ് പറയേണ്ടത് പഠിപ്പിക്കുന്ന ആരെയാണ്. ഇപ്പോൾ ഫാക്കൽറ്റീസ് തന്നെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പം തന്നെ ക്ലിയർ ആക്കി പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അവർ വരുന്ന ടൈമിൽ തന്നെ നമ്മളിപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പോയി ചോദിക്കാറുണ്ട്, അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലിന് പോയി ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് തവണ നമുക്കിപ്പോൾ ഇപ്പം എന്ത് ഡൗട്ട് വന്നാലും ക്ലിയർ ആക്കാൻ കഴിയുന്നുണ്ട്. മെയിനായിട്ട് AI ഗുരു. ഇപ്പം നമുക്കിപ്പോൾ രാത്രി ഇപ്പം നമ്മൾ പെട്ടെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലത്തിനാണെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നാൽ അപ്പം തന്നെ നമുക്ക് ചോദിച്ചു പോകാൻ പറ്റുന്നുണ്ട്, അപ്പം തന്നെ ക്ലിയർ ആക്കി കിട്ടും. പിന്നെ പിറ്റേന്നാണെങ്കിൽ നമുക്ക് സാറിൻ്റെ അടുത്ത് പോയി കൂടുതൽ ക്ലിയർ ചെയ്യാൻ കഴിയും. അതൊക്കെ പിന്നെ ഇത്രയും എക്സാംസ് ഞങ്ങൾക്ക് തന്നേക്കുന്ന വെച്ചാൽ സാധാരണ ഇപ്പം ഞങ്ങളൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളല്ല പഠിച്ചതെങ്കിൽ വേറെ സ്കൂൾ സാധാരണ സ്കൂളിൽ പഠിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഇതാക്കി പോകാൻ കഴിയില്ല, ഒരിക്കലും പറ്റില്ല. ഇത്ര എക്സാംസ് ഒന്നും എഴുതി പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്കിത് നല്ല പ്രാക്ടീസാണ് കിട്ടുന്നത്. എൻട്രൻസ് ആണെങ്കിലും ബോർഡ് എക്സാമിന് തന്നെ ഇഷ്ടമുള്ള നല്ലോണം പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. ഇപ്പം മൾട്ടിപ്പിൾ ചോയ്സ് കുറേ കൂട്ടിയിട്ടുണ്ട് ബോർഡ് എക്സാമിനൊക്കെ. അപ്പോഴത്തേക്ക് അതിനൊക്കെ കുറേ നല്ലൊരു ഇതാണ് കിട്ടുന്നത്. ഇപ്പം ഇത്രയും ടെസ്റ്റ് ഇത്രയും MCQs എഴുതിയിട്ട് ഒരുപാട് നല്ല പ്രാക്ടീസ് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ശരി, നന്നായി പറഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പൊ കുറെ പേരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇതായിരിക്കും, നിങ്ങളിപ്പം കുറെ പേര് മലയാളം മീഡിയം പഠിച്ചു വന്നവരുണ്ടാവും അല്ലേ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ വേറെ സിലബസുകൾ, ചിലർ CBSE, ചിലർ ICSE, ചിലർ സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ചു വന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാൻ അല്ലെ, പെട്ടെന്ന് ഒരു പുതിയൊരു കരിക്കുലം, പിന്നെ കുറേ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ്, കുറേ ബോർഡ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എങ്ങനെ മോള് മാനേജ് ചെയ്യുന്നത്? ഐ യു ഏബിൾ ടു കോപ്പ് അപ്പ്? ഓക്കെ. വന്ന 2 മാസം ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിരിക്കണേ. കാരണം എനിക്ക് ഇംഗ്ലീഷ് അത്ര വലിയ, ഞാൻ 4ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, പിന്നെ മലയാളം മീഡിയത്തേക്ക് മാറിയത്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും നല്ല ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഫാക്കൽറ്റീസ് ആണെങ്കിൽ അടിപൊളിയാണ്. എന്ത് ഡൗട്ട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം അവർക്ക്. അവരെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം നമുക്ക് തോന്നില്ല? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. സിലബസ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. സ്കോർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിൽ? വന്ന ടൈമിൽ ആദ്യം നല്ല ഉണ്ടായിരുന്നു, ഇപ്പൊ നല്ല ലോ ആയിരുന്നു. പിന്നെയും അത് ഇംപ്രൂവ് ആവും അല്ലേ? ദാറ്റ് കോൺഫിഡൻസ് ഇസ് ദാറ്റ്സ് വാട്ട് വി നീഡ്, റൈറ്റ്? അപ്പൊ നന്നായിട്ട് പോട്ടെ അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? 1 തരം 2 തരം 3 തരം ഉണ്ടോ? യെസ് ഉണ്ടോടാ? ഇല്ല, ഒന്നും പറയാനില്ല. ഓക്കെ. എന്താ മോക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്തൊക്കെയോ പറയുന്നുണ്ട്, പറയണം എന്തെങ്കിലും ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചോ? മോളുടെ വീട് എവിടെയാ? എൻ്റെ വീട് എറണാകുളത്താണ്. ഓക്കെ, എറണാകുളത്ത് പഠിക്കാൻ. ഓക്കെ, പറയൂ. അത് ഇവിടെ പഠിപ്പിക്കുന്നതൊക്കെ നല്ല ക്ലാസ്സുകൾ തന്നെയാണ്. ഒന്ന്, നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു സാറായിരിക്കും എടുക്കുന്നത്. അപ്പൊ നല്ല സാറുമാർ തന്നെയാണ് എല്ലാവരും. പക്ഷെ നമുക്കത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ടാബിൽ വേറെ കിട്ടും. പിന്നെ ആപ്പിൽ തന്നെ പേളിനകത്ത് വേറെ സാറുമാരായിരിക്കും. ഒരേ ചാപ്റ്റർ തന്നെ ഒരു ചാപ്റ്റർ തന്നെ 3 പേരുടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് ഏതാണോ വന്നിട്ട് മനസ്സിലാവുന്ന നമുക്ക് അത് നോക്കി എടുക്കാൻ പറ്റും. അതിന് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ സാറുമാരൊക്കെ നോർമൽ സ്കൂളുകളിൽ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കായിരിക്കും. ഇവിടെ എല്ലാവരും നല്ല കമ്പനിയാണ് സാറുമാരൊക്കെ. നമ്മളായിട്ട് ഭയങ്കര ഒരു ബോണ്ട് ഉണ്ട്. നമുക്ക് പേടിക്കണ്ട, എന്ന് ചോദിക്കാം അവരടുത്ത്. ചെറിയ ഡൗട്ടാണെങ്കിലും കളിയാക്കില്ല. ആ ഒരു ഉറപ്പിൽ നമുക്ക് എന്തോ ചോദിക്കാം. ആ ഒരു പ്രശ്നം കുറെ പേര് ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ ബേസ് കിട്ടാണ്ട്, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ഒരു ബേസും ഇല്ല, ഈവൻ എല്ലാ സബ്ജക്റ്റും ബേസ് ഇല്ലാണ്ട് വന്നിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു ബേസും അറിയാണ്ട് ആദ്യം സ്ട്രഗിൾ ചെയ്ത ആരെങ്കിലും? സൗന്ദര്യ പറയൂ. ആദ്യം ഫിസിക്സിൽ എനിക്ക് നല്ല ബേസ് കുറവാണ്. അപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സും അതേമാതിരി സാറുമാരായാലും കുറേ ക്വസ്റ്റ്യൻസ് തന്ന വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം ഫിസിക്സിൽ ഇമ്പ്രൂവ് ആയിരുന്നു. ആദ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫിസിക്സിലായിരുന്നു 8 ലോ മാർക്ക്. ഫിസിക്സ് നല്ല ഇമ്പ്രൂവ് ആയിരുന്നു. ഓക്കെ. DPPs ഒക്കെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്കിപ്പോൾ ചിലപ്പോൾ NCERT-ൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും ആ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ DPP-ൽ കമ്പാരിറ്റീവ്ലി നല്ല സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ആൻഡ് DPPs-ൽ തന്നെ ഇപ്പോൾ ബോർഡ് എക്സാമിന് ആവശ്യമുള്ളതും അതേപോലെ തന്നെ എൻട്രൻസിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും 2ലും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അഡീഷണലി കുറേ ഹോം അസൈൻമെൻറ്റ്സും അതിൽ തന്നെ ഉള്ളതുണ്ട്, അതൊക്കെ ചെയ്യാം. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ സൈലം സ്കൂളിലെ സദ്ഭാവന ഹോസ്റ്റലിലെ നമ്മുടെ സുന്ദരി കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. ആൻഡ് ദേ ആർ ഓൾ വെരി ഹാപ്പി. അത് ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവരുടെ വിശേഷങ്ങൾ അറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ? യെസ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. ആൻഡ് നല്ല പോലെ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടിപൊളിയായിട്ട് ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ മുമ്പോട്ട് പോകട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വിഷിംഗ് ദ വെരി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു ഹിയർ. നല്ലപോലെ പഠിക്കുക. ആൻഡ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് അപ്രോച്ച് us, യു നോ ദാറ്റ്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് നമുക്ക് എല്ലാവർക്കും ടാറ്റ പറഞ്ഞാലോ. ബൈ ബൈ.